ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈശോയുടെ നാമത്തിൽ സ്തുതി പറയുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്കാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഒരു പ്രാർത്ഥന അനുഭവമാണ്. പ്രാർത്ഥന എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈശോ നമ്മെ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്പർശിക്കുമ്പോൾ നമ്മിൽ രൂപപ്പെടുന്ന പ്രതികരണങ്ങളാണ് പ്രാർത്ഥന. ഈശോ നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ സ്പർശിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതാണ് പ്രാർത്ഥന. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ഒരു സഹോദരൻ്റെ ഹൃദയങ്ങളിൽ ദൈവം സ്പർശിക്കുകയും ആ സ്പർശനത്തിൻ്റെ പ്രതികരണമായി അദ്ദേഹം സ്വയം നിർമ്മിതമായ കുറേ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏകദേശം 75 വയസ്സ് പ്രായത്തിലും ഒരുപാട് വചനങ്ങൾ സ്വാംശീകരിക്കാനും മനഃപ്പാഠമാക്കാനും അത് അക്ഷരം പ്രതി തെറ്റുകൂടാതെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഇന്ന് അദ്ദേഹം നമുക്ക് തരികയാണ്. ഒരുപാട് ഉദ്ധരണികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉടനീളം അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ജോർജ് കല്ലറയ്ക്കൽ തൃശ്ശൂർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കല്ലറയ്ക്കൽ തൻ്റെ അധ്വാനഫലമായിട്ട് സാധിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഏറ്റവും ഫലപ്രദമായ അനേകരിലേക്ക് ഇത് കടന്ന് ആശ്വാസം നൽകട്ടെ, പ്രാർത്ഥനാരൂപി അവരിൽ ഓരോരുത്തരിലും നിലനിൽക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോർജേട്ടന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ജോർജേട്ടനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. എഫെസസ് 1:3 സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സുസ്ഥിരനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലും എല്ലാറ്റിലും മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവപുത്രൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. യെശയ്യാ 52:6 എൻ്റെ ജനം എൻ്റെ നാമം അറിയും, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെ ഉണ്ട്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ദൈവവചനം ഹൃദയത്തിലും ഉദരത്തിലും സംവഹിച്ച മറിയമേ, ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കനിവും മനോഗുണവും മധുരവും ശരണവും ആകുന്നമ്മേ കന്യാസ്ത്രീ മറിയമ്മേ. ആമേൻ. യോഹന്നാൻ 14:20 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്
എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. കൊളോസസ് 4:3 ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും യേശുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മുമ്പ് കർത്താവെ അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശപിക്കുന്നു. ദൈവപുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ. ദൈവപുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ. കർത്താവ് കൈനീട്ടി എൻ്റെ അതരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്ത ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. 2 കൊറിന്തോസ് 1:5 ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. 2 കൊറിന്തോസ് 1:6 ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയാണ്. ഞങ്ങൾ പീഡകൾ ക്ഷമയോടെ സഹിക്കുന്നത് ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വെളിപ്പാട് 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തത് എന്നേക്കും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നാം പങ്കുകാരാകുന്നതിൽ നമുക്ക് ആഹ്ലാദിക്കാം. അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം മോക്ഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. യോഹന്നാൻ 4:23-24 എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലും പിതാവിനെ നമ്മൾ ആരാധിക്കണം. മത്തായി 26:3, 4, 6, 7, 12, 13 പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കയ്യപ്പാസ് എന്നു പേരായ പ്രധാനാചാര്യൻ്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമിയോൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ തൈലം നിറച്ചൊരു കൽപ്പാത്രവുമായി ഒരു സ്ത്രീ യേശുവിനെ സമീപിച്ചു. യേശു ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൾ തൈലം അവിടുത്തെ ശിരസിൽ ഒഴിച്ചു.
എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവളെൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിലെവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവരുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹാ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവിടുന്ന് സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിങ്കിലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ യേശു എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്തരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. യോഹന്നാൻ 17:1. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തേണമേ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ എത്തിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും ആ മഹത്വം ദർശിക്കുന്നതിന് ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. 2 കൊറിന്തോസ് 1:5. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. 2 കൊറിന്തോസ് 1:6. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയാണ്. ഞങ്ങൾ പീഡകൾ ക്ഷമയോടെ സഹിക്കുന്നത് ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വെളിപ്പാട് 1:6. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തത് എന്നേക്കും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശു ഗത്സേമനിയിൽ പ്രാർത്ഥിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊത്ത് ഗത്സേമനി എന്ന സ്ഥലത്തെത്തി. അവിടുന്ന് അവരോട് പറഞ്ഞു,
ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവിടുന്ന് പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവിടുന്ന് അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. യേശു അല്പദൂരം മുന്നോട്ട് ചെന്ന് കമഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണമേ. ആഭാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെ ബഹുമാനവും മഹത്വവും സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. ലൂക്ക 22. യേശു തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അനന്തരം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഇപ്രകാരം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയമെടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യേശുവിനെ അവർ ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ ഗാഢമായി ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പ്രധാന പുരോഹിതൻ ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ചിലർ യേശുവിനെ തുപ്പാനും മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും തുടങ്ങി. ക്രിസ്തുവേ, നിന്നെ അടിച്ചതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ യേശുവിൻ്റെ കരണത്തടിച്ചു. യെശയ്യാ 53:6. ആടുകളെപ്പോലെ നാം വഴി തെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അതിക്രമങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. 2 കൊറിന്തോസ് 1:5. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. 2 കൊറിന്തോസ് 1:6. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയാണ്. ഞങ്ങൾ പീഡകൾ ക്ഷമയോടെ സഹിക്കുന്നത് ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വെളിപ്പാട് 1:6. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തത് എന്നേക്കും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ അവസരത്തിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നതിനും ഈ പ്രായത്തിലും ദൈവവചനം ഹൃദയസ്ഥമാക്കാനും ഒരു പുസ്തകത്തിൻ്റെ സഹായം കൂടാതെ തന്നെ മനഃപ്പാഠം ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നതിന് ആ കൃപ കാണിച്ച ജോർജ് ഏട്ടനെ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയിൽ ആഭിമുഖ്യവും ഉണ്ടാകുന്നതിന് ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.